സംസ്ഥാനത്ത് സർവ്വസാധനങ്ങൾക്കും വില ഉയർന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് പ്രധാന കാരണം. കാലാവസ്ഥാ വ്യതിയാനവും മറ്റൊരു കാരണമാണ്. തക്കാളിയുടെ വില 100 കടന്നു. സർക്കാരും ഹോർട്ടികോപ്പും വിപണിയിൽ ഇടപെടുന്നില്ല എന്നും ആരോപണമുണ്ട്. 1 കിലോ ഉള്ളിക്ക് വരെ 100 രൂപ 110 രൂപ വരെ വിലയായി മക്കളെ. ഒരു സാധനവും വാങ്ങിച്ച് കഴിക്കാക്കൂല. 1 കിലോ ബീട്രൂട്ട് വരെ 80 രൂപ വിലയായി. ഇപ്പോഴത്തെ കാലത്ത് 1 കിലോ അരിക്ക് വരെ 50 രൂപ. പാവങ്ങൾ എങ്ങനെ ജീവിച്ചു പോകും? ഒരു കണക്കിനും ജീവിച്ച് പോകാക്കൂല. ഈ വെള്ളവും ചെളിയിലും കൊണ്ടുകിടന്ന് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. മീനും ഒക്കെ ഭയങ്കര വില. മീനും അതുപോലെ 200 രൂപയ്ക്ക് കുറഞ്ഞ മീൻ വാങ്ങിക്കാൻ ഒക്കില്ല. ഒരു മീൻ 50 രൂപയ്ക്കൊന്നും വാങ്ങിക്കാൻ കടയ്ക്കകത്ത് ഒക്കില്ല. 200 രൂപ 100 രൂപ. മത്തി എന്ന് പറയുന്ന സാധനം വരെ വില കൂടുതൽ. ഒരു 100 രൂപയ്ക്ക് 8 ചാളയാണ് കിട്ടുന്നത്. അത്രയ്ക്കാണ് ജീവിതം കൊണ്ടുപോകുന്നത്. പാവപ്പെട്ടവർ 10-500 രൂപ ജോലി ചെയ്ത് കൊണ്ടുവന്ന് ഒന്നും നടക്കില്ല. കൊച്ചുങ്ങളെ പഠനം, കൊച്ചുങ്ങളെ വീട്ടുകാര്യങ്ങൾ, ഇതൊന്നും നടക്കണില്ല മക്കളെ. പാവങ്ങളിപ്പോൾ വളരെ കഷ്ടങ്ങളാണ്. നമുക്ക് ഈ സാധാരണക്കാർക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ പച്ചക്കറി മീനൊക്കെ വില കൂടുതലല്ലേ? എല്ലാ മീനും പച്ചക്കറി എല്ലാം ഭയങ്കര വിലയാണ്. നമുക്കൊന്നും വാങ്ങിച്ച് വീട്ടിലത്തേക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മഴ, ചില കടയിലോട്ട് കയറാൻ പറ്റത്തില്ല. തക്കാളി, ബീൻസ്, എല്ലാ പച്ചക്കറിയും വിലയാണ്. നമുക്കൊരു സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല. പാവപ്പെട്ടവർക്കൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല. സർക്കാരിൻ്റെ ഹോർട്ടികോർപ്പിലൊക്കെ പോയാൽ അവിടെ ഇതിനൊക്കെ വിലയാണ്. ഇപ്പം എല്ലായിടും വിലയാണ്. ഈ തക്കാളിക്കൊക്കെ നമ്മൾ പുറത്ത് ചെന്ന് വില ചോദിച്ചപ്പോൾ 100 രൂപയാണ്. ഇവിടെ 100 തന്നെ, 100 രൂപ. സാധാരണക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല. മീനാണെങ്കിൽ മീൻ വാങ്ങിക്കാന്ന് വെച്ചാൽ മീനും ഭയങ്കര വിലയാണ്. ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഗതിയായി. പയറ് വർഗ്ഗങ്ങൾക്ക് അതിനും പയറും വില തന്നെ, പാവയ്ക്കയും വില തന്നെ. അമ്മ എന്താ വാങ്ങിച്ചത്? പച്ചക്കറിയാണ്. പയർ വാങ്ങിച്ച്, പാവയ്ക്ക വാങ്ങിച്ച്, തക്കാളി വാങ്ങിച്ച്, മുളക് വാങ്ങിച്ച്, എല്ലാം വാങ്ങിച്ച്. വില തന്നെ, വില കൂടുതൽ. എത്ര രൂപയായി? ഇത് ഇത്രയും മലക്കറി തന്നെ 10,000 രൂപയായി. ദിവസത്തിന് ശേഷമായിരിക്കും വാങ്ങിച്ചത്. ഇല്ല, നമുക്ക് മലക്കറി കൃഷിയുണ്ട്. അപ്പോൾ കീരയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കച്ചവടത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. അല്ലെങ്കിൽ 500 ഒരു 600 രൂപയ്ക്ക് വാങ്ങിക്കണം. ഇപ്പോൾ 1000, 1200 രൂപയാവും. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, സർവ്വസാധനങ്ങൾക്കും വില ഉയരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാവർത്തികമാവുകയാണ് ചെയ്യുന്നത്. ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ: എങ്ങനെ ജീവിക്കും ജനങ്ങൾ? രജനി, രാവിലെ ഈ ചാല മാർക്കറ്റിൽ നിന്നും നമ്മൾ തേടിയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അതേ മാർക്കറ്റിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, അധികം ആളുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. സാധാരണ ചാല മാർക്കറ്റിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള തിരക്കുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഒന്നാമത്തെ കാര്യം ഈ ഒരു വില വർധനവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഴ. ഈ കാലാവസ്ഥ ഒരു പ്രതികൂലമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചാല മാർക്കറ്റിലൊക്കെ ആളുകൾ എത്താത്തത്. നമ്മൾ രാവിലെ വന്നപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. തക്കാളിക്കൊക്കെ വലിയ രീതിയിലുള്ള വില വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പൊതുവിപണിയിൽ 100 രൂപയാണ് തക്കാളിയുടെ വില. ഹോർട്ടികോർപ്പിലാണെങ്കിൽ 110 രൂപയാണ്. ഹോർട്ടികോർപ്പ് സാധാരണക്കാർക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള, അതായത് കർഷകരിൽ നിന്ന് പച്ചക്കറി നേരിട്ട് സംഭരിച്ചതിന് ശേഷം അത് ഇത്തരത്തിൽ മാർക്കറ്റുകളിൽ എത്തിക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഹോർട്ടികോർപ്പ് പ്രവർത്തിക്കുന്നത്. പക്ഷേ പൊതുവിപണിയിൽ 100 രൂപയാണെങ്കിൽ ഹോർട്ടികോർപ്പിൽ 110 രൂപയാണ് ഈ ഒരു പച്ചക്കറിയുടെ വില. വെണ്ടയ്ക്കാണെങ്കിൽ പൊതുവിപണിയിൽ 60 രൂപയാണെങ്കിൽ ഹോർട്ടികോർപ്പിൽ 46, പൊതുവിപണിയിൽ സവാളയ്ക്ക് 46 രൂപ, ഉള്ളിക്ക് 80 രൂപ, ക്യാരറ്റ് കിലോ 90 രൂപ, അതോടൊപ്പം തന്നെ പച്ചമുളകിന് 120 രൂപ, മാങ്ങ 80 രൂപ. ആ രീതിയിലാണ് ഈ പച്ചക്കറിയുടെ നിരക്ക്. ഓരോ ദിവസം കഴിയുന്തോറും ഈ വില ഇതേ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പച്ചക്കറി എത്തുന്നത് വളരെ കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് തമിഴ്നാട്ടിൽ മഴ സജീവമായതുകൊണ്ട് തന്നെ കൃഷി വ്യാപകമായി അതിൽ വിളവിൽ കുറവല്ല, പക്ഷെ അത് നശിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് ഈ പച്ചക്കറികൾ എത്തുന്നത് കുറഞ്ഞിരിക്കുന്നത്. അതും നൽകുന്ന പച്ചക്കറിക്ക് വലിയ രീതിയിൽ വിലയാണ്. അത് വിപണിയിൽ എത്തിക്കുമ്പോൾ അതിന് സമാനമായ രീതിയിൽ ഒരു വില വർധനം ഉണ്ടാകും എന്നുള്ളതാണ് കച്ചവടക്കാർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. ഇനി മീൻ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും വലിയ രീതിയിലുള്ള ഒരു വിലയാണ്. 1 കിലോ മത്തിക്ക് തന്നെ 300 രൂപ ഒക്കെ നൽകേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പച്ചക്കറി, മീൻ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ പയറ് വർഗ്ഗങ്ങൾ, ധാന്യവർഗ്ഗങ്ങൾ ഏതെടുത്താലും പയറിനും ഉഴുന്നിനും പരിപ്പിനും എല്ലാം വലിയ രീതിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അമ്മ, ഈ സാധനങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ വില കൂടിയിട്ടുണ്ടല്ലോ ഇപ്പോൾ, എന്താ പറയാനുള്ളത്?
വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല ഇപ്പം, അത്രയ്ക്ക് തീ പിടിച്ച വില. ഈ തക്കാളിയൊക്കെ 100 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ മീൻ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതിനും വലിയ വിലയാണ്, മത്തിക്കൊക്കെ വിലയാണ്. എന്താ പറയാനുള്ളത്? ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. ഇപ്പം പാവങ്ങൾക്കൊട്ടും ജീവിക്കാൻ നിവൃത്തിയില്ല. പിന്നെ അന്നന്ന് കഴിയുന്നവർ എങ്ങനെ ജീവിക്കുമെന്നൊന്നും അറിയത്തില്ല. ഒറ്റ വാക്കിൽ പറയുകയാണ്, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അതായത് സാധാരണക്കാർ ഏത് രീതിയിൽ ഇതൊക്കെ എങ്ങനെ വാങ്ങിക്കും എന്നുള്ളതൊന്നും അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇതേ രീതിയിലുള്ള വില വർധനവ് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് മീൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഈ ട്രോളിംഗ് ഒക്കെ കാരണം വലിയ രീതിയിൽ വില നൽകേണ്ടി വരുന്നു. ഇനി പച്ചക്കറി വാങ്ങാം എന്ന് വെച്ചാൽ അതിനും വലിയ രീതിയിലുള്ള ഈ വിലകൾ എന്ത് ചെയ്യാനെന്ന് പറയണം, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാതെ വില വർധനവ് തന്നെയാണ് എല്ലാവരും പറയുന്ന ഒരു വിഷയം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്കൊക്കെ ആളുകൾ എത്തുന്ന അവരുടെ എണ്ണത്തിലും വലിയൊരു കുറവുണ്ട്. മാത്രമല്ല ഈ മഴ കൂടി ആയതുകൊണ്ടും അതുകൊണ്ടുകൂടി ആളുകൾ ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കച്ചവടക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം. വെണ്ടയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഒരു ചെറിയ വിലക്കുറവ് ഉള്ളത്. ബാക്കി എല്ലാ പച്ചക്കറികൾക്കും തീ വിലയാണ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തുന്നത്. ഈ സാധനങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ വില കൂടിയിട്ടില്ല. ചേച്ചി എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അല്ല, വാങ്ങുമ്പോൾ വലിയ വിലയല്ലേ? അത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? വാങ്ങുമ്പോൾ ഭയങ്കര വിലയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ചേച്ചി എന്ത് വാങ്ങിക്കാനാ വന്നേ? ഞാൻ ഇവിടെ വേറെ വന്നിട്ടൊന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന് വന്നു. അപ്പോൾ ആ ഒരു വില വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. എല്ലാ വസ്തുക്കൾക്കും ഒരു വലിയ രീതിയിൽ വില വർദ്ധിക്കുന്നു. അത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകുന്നു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു വില വർധനവ് ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പച്ചക്കറിക്കൊക്കെ വലിയ വിലയാണോ? ഈ മഴ പെയ്താൽ ഒരു സാധനവും കിട്ടൂല. എന്ന് പറഞ്ഞാൽ ഈ വയലിലുണ്ടാകുന്ന സാധനങ്ങളാണ്. ഈ വെള്ളപ്പൊക്കം വന്നാൽ മഴ നശിക്കുകയാണ്. നശിക്കുമ്പോൾ ഈ കരയിലിരിക്കുന്ന സാധനങ്ങളാണ് കൊണ്ടുവരാറുള്ളത്. കൊണ്ടുവന്ന് നമ്മൾ മാത്രമല്ല വാങ്ങിക്കണം. ബാംബെ, ഡൽഹി, കൽക്കത്ത ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാവരും വന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന വില നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ. അവർ കൊടുക്കുന്ന 10 കൂടുതൽ കൊടുക്കണം, നമുക്ക് കിട്ടും. അവർ 10 കൂടുതൽ കൊടുക്കണം, അവർക്ക് കിട്ടും. മനസ്സിലാവല്ലേ? ഈ കൊണ്ടുവന്നവർ കൊണ്ട് നമുക്ക് തരയാണ്. ഒരു പടി തക്കാളി 27 തക്കാളി കിട്ടും. 1950 രൂപ വില. 1950 രൂപ. 80 രൂപ എത്ര രൂപയ്ക്കും? 80 രൂപ എത്ര രൂപയ്ക്കും? 1950 രൂപ വില. 1950 രൂപ 27 തക്കാളി. ഇത് 1-2 പൊട്ടൽ പോവാം. 25 തക്കാളി 20 രൂപയ്ക്കും. എത്ര 80 രൂപ മക്കളെ കൂട്ടി വെക്കും. ഈ വില കൂടുതൽ പറഞ്ഞുകൊണ്ട് വന്നാൽ ഈ നമ്മളൊരു കൊത്തനെ കൈകാര്യം പണിക്ക് പോയാലും 1000-1200 ശമ്പളമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണോ കൂടുതലായി പച്ചക്കറി എത്തുന്നത്? ഇപ്പോൾ അവർ വളരെ കുറച്ചാണോ ഇപ്പം നൽകുന്നത്? അങ്ങനെ കേരളത്തിലാണ്. കേരളം നമ്മൾ ഈ സർക്കാരിന് ഈ പച്ചക്കറി ഉള്ള കേരളത്തിലാണ്. ഉടുപ്പോടെ പൈസ ഉണ്ടാക്കണവന്മാരാണ് കേരളത്തിലുള്ളവന്മാർ. അവന്മാർ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കണം. അത് നമ്മൾ പറഞ്ഞ കുറ്റമല്ല. കാരണം അവർ കഷ്ടപ്പെടണം. കച്ചവടം കുറവാണോ അതോ ആരും വരണില്ല മക്കളെ. ഈ റോട്ടിൽ ആരും വരാറില്ല. കാരണം ഇതിൻ്റെ വില ആര് വരാൻ? രാവിലെ രാവിലെ എന്ന് വെച്ച പൈസയാണ്. കണ്ട രാവിലെ എന്ന് വെച്ച പൈസയാണ്. ഇത് എത്ര സമയത്ത് മലാവും? 6 സമയത്താൻ തീരുമില്ല. ഇത് അടിയടി നാളാകുമ്പോൾ പകുതിയാടും, അടുത്താകുമ്പോൾ പകുതിയാടും. നഷ്ടമാക്കാണ് നമുക്ക്. പറഞ്ഞൊരു പൈസ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പച്ചക്കറികൾ വളരെ കുറച്ചാണ് എത്തുന്നത്. ആ എത്തുന്ന പച്ചക്കറിക്ക് വലിയ വിലയും ഉണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. ചേട്ടാ, ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണ്. ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണമൊക്കെ പച്ചക്കറി വളരെ കുറച്ചാണ് എത്തുന്നത്. എന്ത് സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ എന്താണ്? സാധാരണക്കാർക്ക് മേടിക്കാൻ വലിയ പാടാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് വെള്ളം കയറി ഒരുപാട് പോയി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറി വാങ്ങാൻ വന്നതാണോ? പച്ചക്കറി വാങ്ങാൻ വന്നതാണ്. എന്നിട്ട് വാങ്ങിച്ചോ? ഇല്ല. വില കാരണം വാങ്ങിക്കാത്തതാണോ അതോ? അല്ല, ഇനി ഇത്തിരി മേടിക്കും. ചേട്ടാ, ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാന്ന് പറയുന്നു. ഇപ്പൊ പാവപ്പെട്ടവർ ഈ മീൻ വാങ്ങിക്കാൻ ചെന്നാൽ മീനും മത്തിക്കൊക്കെ 300 രൂപയൊക്കെയാണ് കിലോയ്ക്ക്. എന്താ ചേട്ടാ പറയാം? ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം ഈ ട്രോളിങ് നടക്കുന്നതുകൊണ്ട് മീൻ വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് മീനേ അവർക്ക് കിട്ടും. അപ്പോൾ അവരാ കൊണ്ടുവന്ന് അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ മേടിക്കണം. അതാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എങ്ങനെ മേടിക്കാൻ പറ്റും? പിന്നെ മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ വാങ്ങിക്കണ്ട. ഇത്രയേ ഉള്ളൂ. പച്ചക്കറിക്ക് തക്കാളിയൊക്കെ വലിയ 100 രൂപയാണ് കിലോയ്ക്ക്. അത് തക്കാളിയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള അല്ല. ഇത് വടക്കേന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്നതാണ്. അപ്പം അവിടെ നിന്ന് വരുന്നതിന് അവർ ന്യായമായ വിലയ്ക്ക് അവർ കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അവർക്കെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വലിയ വിലയ്ക്ക് ഇവിടെ മുളകിന് 50 രൂപ വില, വെണ്ടയ്ക്കൊക്കെ 30 രൂപ വിലയുള്ളൂ. എല്ലാ സാധനത്തിനും വില കുറവാണ്. ഇതൊന്നും ഒരു വിലയല്ല. ഈ മഴ സമയം വില കൂടുതലായിട്ട് വരാനുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഒരു വിലയല്ല. തക്കാളിക്ക് മാത്രമേ ഇപ്പോൾ വില കൂടുതലായിട്ടുണ്ട്, 80 രൂപ. ബാക്കി എല്ലാ സാധനത്തിനും വില സാധാരണ വില തന്നെ.
ചില വസ്തുക്കൾക്ക് വില കുറവാണ് എന്നുള്ളതാണ് കച്ചവടക്കാർ പറയുന്ന ഒരു കാര്യം. അതും ചാലയിൽ ചില സാധനങ്ങൾക്ക്, അതായത് ചില പച്ചക്കറികൾക്ക് ചാലയിൽ വില കുറവാണ്. പക്ഷെ നമ്മൾ പുറത്ത് മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഹോർട്ടികോർപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഓരോ പച്ചക്കറിക്കും വലിയ വിലയാണ്. അതായത് ഇവിടെ 100 രൂപയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ 80 രൂപയ്ക്ക് കിട്ടുന്നത് ഹോർട്ടികോർപ്പിൽ 110 രൂപ 120 രൂപയ്ക്കാണ് നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പം സാധാരണക്കാരെ സഹായിക്കേണ്ട, ഇടപെടൽ നടത്തേണ്ട ഹോർട്ടികോർപ്പും സർക്കാരും ഒക്കെ തന്നെ വലിയ വില കൂട്ടി ഈ ഹോർട്ടികോർപ്പിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്നു. ഇപ്പോൾ ചാലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില കടകളിൽ ഈ കിലോയ്ക്ക് 80 രൂപയ്ക്ക് തക്കാളി വിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റു ചില കടകളിൽ 100 രൂപയ്ക്ക് പുറത്താണ് വിൽക്കുന്നത്. ഇതൊക്കെ വലിയ വർധനവാണ്. ഈ 100 രൂപ എന്ന് പറയുന്നതൊക്കെ വലിയ വർധനവ് തന്നെയാണ്. മറ്റ് പച്ചക്കറികൾക്കെല്ലാം അതേ രീതിയിൽ, വെണ്ടയ്ക്ക് മാത്രമാണ് വില കുറവുള്ളത്. ബാക്കി എല്ലാ പച്ചക്കറികൾക്കും വില കുറവുള്ള പയറുവർഗ്ഗങ്ങളാണെങ്കിലും മറ്റ് ധാന്യങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ പച്ചക്കറികൾക്കും വലിയ രീതിയിലുള്ള വില വർധന. ചേച്ചി, പച്ചക്കറിയൊക്കെ വലിയ വിലയല്ലേ? വലിയ വില. ഈ പച്ചക്കറികൾക്കൊക്കെ വലിയ വിലയാണ് ഇന്നലെ. വിലയില്ല, എനിക്കൊന്നുമില്ല. ശരി. അപ്പോൾ രജനി, ആ രീതിയിലാണ് ഈ ആളുകളൊക്കെ ഈ ചാല കമ്പോളത്തിലേക്ക് എത്തുന്നത് വളരെ കുറവാണ്. ഒന്ന് മഴയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. കാരണം മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിലവർധനമാണ്. ഏതായാലും ഈ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ സജീവമാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പച്ചക്കറികൾ കേരളത്തിലേക്ക് എത്തുന്നത് വളരെ കുറവായിരിക്കും. എത്തുന്ന പച്ചക്കറികൾക്ക് വലിയ രീതിയിലുള്ള വിലയുമായിരിക്കും. ഇതിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഉയരുന്നൊരു ആവശ്യം. തീർച്ചയായിട്ടും ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത്രയധികം വില വരുമ്പോൾ ജനങ്ങൾ എങ്ങനെ ജീവിക്കും? ഓരോരുത്തരുടെ പ്രതികരണവും അത് തന്നെയാണ്. ഒരു സാധനം പോലും വാങ്ങിക്കാൻ കഴിയാത്ത അവസ്ഥ. പച്ചക്കറിക്കെന്ന് പറയുമ്പോൾ അവിടെ പൊള്ളുന്ന വില. അതേസമയം മത്സ്യം വാങ്ങാന്ന് പറയുമ്പോൾ രശ്മി പറഞ്ഞതുപോലെ തന്നെ 10 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്ന മത്തി ഇപ്പോൾ 100 കടന്ന് 300ലേക്ക് എത്തി നിൽക്കുന്നു. ഒരു സാധനവും വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോഴും ഈ ഹോർട്ടികോർപ്പ് ഇപ്പോഴും ഇടപെടാതെ നിൽക്കുന്നത് അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി തന്നെയാണ്. ഇവിടെ വില കൂടുന്നു എന്ന് പറഞ്ഞ് ഹോർട്ടികോർപ്പിൽ പോകുമ്പോൾ അവിടെ വീണ്ടും വില കയറ്റം തന്നെയാണ് ഉണ്ടാകുന്നത്. ഒരു കുറവുമില്ല. എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് ജനങ്ങളെ എന്നാണ് ചോദിക്കുന്നത് സർക്കാർ. അതെ രജനി, ഇതിലൊരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആണ് ആവശ്യമായിട്ട് ഉള്ളത്. ഇതിപ്പോൾ ഈ ഒരു ദിവസത്തെ മാത്രം കാര്യമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതേ രീതിയിലുള്ള ഒരു വില വർധനവ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നൊരു ചോദ്യമാണ്. രാവിലെ നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് കുറച്ച് പ്രായമായ സ്ത്രീകൾ ഇവിടെ വന്നിരുന്നു. ആ അമ്മമാർ ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ ഹോർട്ടികോർപ്പിലേക്കൊക്കെ പോയി സാധനം വാങ്ങാം എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് ഒരു ഉയർന്ന വില കാണുമ്പോൾ സ്വാഭാവികമായും ചാല പോലുള്ള മാർക്കറ്റുകളിലേക്ക് എത്തി അവിടെ നിന്ന് വാങ്ങാം എന്ന് കരുതിയാണ് ഇവിടേക്ക് എത്തിയത്. എന്നാൽ അതിൽ ഹോർട്ടികോർപ്പിനേക്കാൾ 10 രൂപ കുറവാണ് ഈ ശാല മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഈ എവിടെ നോക്കിയാലും, അതായത് സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അവിടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിലയാണ് നൽകേണ്ടി വരുന്നത്. അപ്പോൾ ഇത് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഈ സാധാരണക്കാരൊക്കെ പ്രതികരിക്കുന്ന ഒരു കാര്യം. ഇത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മഴയാകുമ്പോൾ പലർക്കും ജോലിക്ക് പോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ കുറച്ച് താഴേക്കിടയിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നുള്ളൂ. നമ്മൾ ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണ്. ഇപ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോഴും മീൻ വാങ്ങിക്കുമ്പോഴും ഒക്കെ സാധാരണക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം എന്താ പറയുന്നത്? പറഞ്ഞ വില കൂടുതൽ പാവങ്ങളെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളത്. അല്ലാതെ നമുക്ക് പണക്കാർക്കാണെങ്കിൽ പിന്നെ മത്സ്യം നമ്മളെപ്പോലുള്ളവർക്കൊന്നും മത്സ്യം തിന്നാനൊന്നും പറ്റില്ല. നമുക്ക് ചത്രയ്ക്ക് വില കൂടി കിടക്കാനല്ല, മീൻ വരെ വാങ്ങിക്കാൻ പറ്റില്ല. മീൻ 1 കിലോ മത്തിക്ക് 200-300 രൂപ. അമ്മ എന്ത് വാങ്ങിക്കാനാ വന്നത്? മറ്റൊരു മലക്കറി വാങ്ങിക്കാനായിട്ട് വന്നത്. ഇതിന് വാങ്ങിച്ചോ? വാങ്ങിച്ചില്ല, വാങ്ങിക്കാൻ പോണതേ ഉള്ളൂ. തക്കാളിക്കൊക്കെ 100 രൂപയാണ് കിലോ. അതൊന്നും വില കണ്ടില്ല, ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരണതേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേ കാര്യം തന്നെ പറയാനുള്ളൂ, എങ്ങനെ ജീവിക്കും, സാധാരണക്കാർ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരുപോലെ പറയുന്നൊരു കാര്യം. ഈ ചില കച്ചവടക്കാർ മാത്രം 80 രൂപയ്ക്കൊക്കെ പച്ചക്കറി ഈ ചാല മാർക്കറ്റിലും പാളയ മാർക്കറ്റിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് എല്ലാ കടകളിലും 100 രൂപയ്ക്ക് പുറത്താണ് ഇതിൻ്റെ വില. അതോടൊപ്പം തന്നെ എല്ലാ പച്ചക്കറികൾക്കും, വെണ്ടയ്ക്ക, അതോടൊപ്പം തന്നെ മറ്റ് പയർ വർഗ്ഗങ്ങൾ, മലക്കറി, അതോടൊപ്പം തന്നെ ധാന്യവർഗ്ഗങ്ങൾ, പയറ്, കടല, തുവരപ്പരിപ്പ്, മീൻ വർഗ്ഗങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ മീനിന്റെ വില, ഇതിലൊക്കെ തന്നെ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. ഈ സാധാരണ ഈ സമയത്തൊക്കെ ഈ ചാല മാർക്കറ്റിൽ നിന്ന് തിരിയാൻ കഴിയാത്തത്ര തിരക്ക് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇഷ്ടംപോലെ ആളുകളാണ്, ധാരാളം ആളുകളാണ് ഇവിടെ സാധനം വാങ്ങാനായിട്ടൊക്കെ എത്തുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല. ചില സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്, ഭയങ്കര വില. ചേട്ടൻ എന്താ പറയാനുള്ളത്? മീൻ വാങ്ങിക്കാൻ തന്നെ കിലോയ്ക്ക് 300-200 താമസിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വരുന്ന അല്പം വില കുറവെന്ന് കരുതിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെയും അതേ ഗതിയാണ്.
ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ട്. തക്കാളിയൊക്കെ 100 രൂപ കടന്നു കിലോ. കടന്ന് സവാളയ്ക്ക് 50 കടന്നു, അതുപോലെ പൊട്ടറ്റയ്ക്ക് കടന്നു. ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർ മറുപടി പറഞ്ഞ് എല്ലാവരും പോവുകയാണ്. ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, സാധാരണക്കാർ എന്ത് ചെയ്യും? ഈ രണ്ട് കാര്യങ്ങളാണ് എല്ലാവരും ആവർത്തിച്ച് ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും അവസ്ഥ നമുക്ക് ഇവരോട് പ്രതികരണം തേടാം. ഈ ആവശ്യങ്ങൾ, ഈ സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ പച്ചക്കറി, മീൻ, ഇതിനൊക്കെ വലിയ വില ഇപ്പൊ കൂടുന്നുണ്ട്. എന്താ പറയുക? ഇങ്ങനെ മോളെ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. ഇനി എങ്ങനെ കഴിഞ്ഞു പോകണം? പാവപ്പെട്ടവരെന്ത് ചെയ്യും? ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവർത്തിയില്ല. എത്രയും പാവങ്ങളാണ്. എന്ത് വാങ്ങിക്കാൻ വന്നതാ? പച്ചക്കറി വാങ്ങിക്കാൻ വന്നു. വാങ്ങിച്ചു വന്നിട്ട് വാങ്ങിക്കാൻ പോണതേ ഉള്ളൂ. വിലയൊക്കെ തിരക്കിയോ? തിരക്കില്ല, വാങ്ങിക്കാൻ പോകണം. 1 കിലോ തക്കാളിക്ക് 100 രൂപയൊക്കെയാണ് പറയുന്നത്. എങ്ങനെ വാങ്ങിക്കും? ഇനി മീൻ വാങ്ങിക്കാനും നല്ല വിലയാണ് മീനൊക്കെ. മീനും നല്ല വില. ശരി, ജനം TV. അപ്പോൾ എല്ലാവരും അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. എങ്ങനെ ജീവിക്കും? ഒരു സാധാരണക്കാരുടെ അവസ്ഥയാണ് നമ്മൾ കേട്ടത്. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ചാല മാർക്കറ്റിലേക്ക് എത്തുന്നുള്ളൂ. എല്ലാവരും ഒരേ ഒരു കാര്യം പറഞ്ഞ് മടങ്ങി പോവുകയാണ്. സാധാരണക്കാരല്ലേ, എന്ത് ചെയ്യും? ഇതേ രീതിയിൽ വില വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യം അവർ ചോദിച്ച് എല്ലാവരും മടങ്ങുകയാണ്. ഇതാണ് ഈ ഒരു സാഹചര്യം. അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഇനി മഴ കൂടുതൽ സജീവമാകുന്നു. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പച്ചക്കറികൾ എത്തുന്നതിൽ വളരെ കുറവുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും സാധാരണക്കാരെ വയറ്റത്തടിക്കുന്നത് തന്നെയാണ് ഈ വില വർധനവ്. തക്കാളിയൊക്കെ തന്നെ ഇനി കറികളിൽ ഉപയോഗിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. സെഞ്ചുറി കടന്നിരിക്കുകയാണ്. എല്ലാം തന്നെ നോക്കി കണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ കറി വെച്ച് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മീനായിക്കോട്ടെ 100ഉം 300ഉം ഒക്കെ കടന്നിരിക്കുന്നു. മത്തി സാധാരണ 10 രൂപയ്ക്കൊക്കെയാണ് മത്തി നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴോ അത് പൊള്ളുന്ന വില. സ്വർണ്ണത്തിനൊക്കെയാണ് ഇങ്ങനെ പൊള്ളുന്ന വില എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പച്ചക്കറികൾക്ക് വരെ ഈ രീതിയിലേക്ക് വില കുതിച്ചു വരികയാണ്. ഇപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ തന്നെ കേട്ടതുപോലെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. എന്തായാലും സർക്കാർ ഇതിലൊരു ഇടപെടൽ നടത്തണം. ഹോർട്ടികോർപ്പ് വഴിയുള്ള വിപണനം അത് കാര്യക്ഷമമാക്കണം. അവിടെ എത്തിയാലെങ്കിലും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പച്ചക്കറി വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത്.